Welcome to Isha's Kitchen. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ദോശൻ്റെ റെസിപ്പിയാണ്. ഓട്സ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നുപരിപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളപ്പിച്ച ചെറുപയർ 1/4 കപ്പും ചാമരി 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഉലുവയും. ഇതാണ് കേട്ടോ ചാമരി. ഇത് ചെറുധാന്യങ്ങളിൽ പെട്ടതാണ്. 1.5 കപ്പ് ഓട്സും 1 കപ്പ് ഉഴുന്നെടുത്ത് ബാക്കിയുള്ള 1/2 കപ്പ് അളവിന് നമുക്ക് ഇഷ്ടമുള്ള പരിപ്പുകൾ ചേർക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഓട്സ് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഉഴുന്നുപരിപ്പും ചാമയരും ഉലുവ ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇപ്പം 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഓട്സ് ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഓട്സ് ദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കാൻ പറ്റി നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം എല്ലാം നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സും കൂടി അരയ്ക്കാനുള്ളത്. അതിൻ്റെ കൂടെ അത് ഫുള്ള് ഇട്ടാൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് നോക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കി നമുക്ക് വേറെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റിയതിന് ശേഷം ഓട്സും കൂടി ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്ത് അപ്പം തന്നെ ചുടണമെങ്കിൽ അങ്ങനെ ചൂടാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ പൊന്താനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ ഈ മാവ് കുറച്ച് നേരം വെച്ചിട്ടാണ് ചുടുന്നത്. ഒരു 5 മണിക്കൂർ പൊന്താനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ദോശച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നും അരിയൊക്കെ വെച്ചുണ്ടാക്കുന്ന ദോശ പോലെ നമുക്ക് നല്ല കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാം. ദോശയിലേക്ക് നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പശു നെയ്യ് ഒഴിക്കാം. ഞാൻ ഇവിടെ പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം.
ഈ ദോശൻ്റെ കൂടെ തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മൾ സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ള തേങ്ങാ ചട്നി ഉണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അതിൽ കുറച്ച് പുളിയും കൂടി ചേർത്ത് അരച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നന്നായി നെയ്യൊക്കെ ഇട്ട്, കുറച്ചധികം നെയ്യൊക്കെ ഇട്ട് നന്നായി മൊരിയിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.